ഹായ് ഓൾ, വെൽക്കം ടു ലേൺ ഈസി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ യൂസിങ് 555 ടൈമർ IC ആണ്. സോ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രം ഓഫ് 555 ടൈമർ പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ടൈമിംഗ് ആക്ഷൻ നടക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നമുക്കിനി ഒരു അസ്റ്റേബിൾ ഓപ്പറേഷൻ 555 യൂസ് ചെയ്തിട്ടുള്ള അസ്റ്റേബിൾ ഓപ്പറേഷനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ മീൻസ് അപ്പോൾ ആ ഒരു മൾട്ടിവൈബ്രേറ്റേഴ്സിൻ്റെ രണ്ട് സ്റ്റേറ്റുകളും അൺസ്റ്റേബിൾ സ്റ്റേറ്റുകളായിരിക്കും. അതിനെയാണ് നമ്മൾ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ഔട്ട്പുട്ട് ആയിരിക്കും. സോ ബോത്ത് സ്റ്റേറ്റ്സ് ആർ അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. സോ ഈ ഒരു അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ ഓപ്പറേഷനാണ് യൂസിങ് 555 ടൈമർ IC. സോ ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇതാണ് നമ്മുടെ ടൈമർ IC. ഓരോ പിന്നും കണക്ട് ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. So this is C. So R1, R2, C, then 2, 6 ഷോർട്ട് ചെയ്തേക്കുവാണ്. ദെൻ 8, 4 നമുക്ക് കാണാം VCCയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 3യിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ദിസ് ഇസ് ദ ഔട്ട്പുട്ട് പിൻ. സോ ഈ ഒരു 555 സർക്യൂട്ട് ഡയഗ്രാം, അസ്റ്റേബിളിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാം. സോ ഇതാണ് ആ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ നമ്മുടെ 555 ടൈമിനകത്തുള്ള അപ്പർ കമ്പാരറ്റർ, ലോവർ കമ്പാരറ്റർ, ദെൻ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ദെൻ ഔട്ട്പുട്ട് നമ്മൾ 3 എന്നാണ് എടുക്കുന്നത്. ദെൻ ഇവിടെ അഡീഷണൽ ആയിട്ട് ട്രാൻസിസ്റ്റേഴ്സ്, ദെൻ ദിസ് R1 ആൻഡ് R2 ആൻഡ് ദ കപ്പാസിറ്റർ C, ഇതൊക്കെ നമുക്ക് കാണാം. ഇതാണ് ആ നേരത്തെ വരച്ച ആ ഒരു അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വർക്കിംഗ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ വർക്കിംഗ് പറയുമ്പോൾ ഇവിടെ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് വെച്ചിട്ടാണ് ഈ ഒരു ടൈമിംഗ് ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് പറയാം, when the circuit is turned on, സോ സർക്യൂട്ട് ഓൺ ആവുന്ന സമയത്ത് the capacitor C is fully uncharged. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ C എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഡിസ്ചാർജ്ഡ് കണ്ടീഷനിൽ നിൽക്കുവാണ്. നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഓൺ ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ ഇത് we can say the circuit when the circuit is turned on, the capacitor is fully uncharged. So uncharged means the voltage at this pin 2 and 6 will be 0. അപ്പോൾ നമുക്ക് പറയാം ഫുള്ളി ഡിസ്ചാർജ്ഡ് കണ്ടീഷനിൽ ഈ 2ലും 6ലും ഉള്ള വോൾട്ടേജസ് നമുക്ക് 0 ആണെന്ന് നമുക്ക് പറയാം. അതാണ് നമ്മുടെ ഇനിഷ്യൽ കണ്ടീഷൻ. അപ്പോൾ ഇതറിയാം, നമുക്ക് ഓൾറെഡി പറഞ്ഞു ഇത് 2/3 VCC ആയിരിക്കും, ഇത് 1/3 VCC ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഇത് ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്ത ഇനിഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് 2ലെയും 6ലെയും വോൾട്ടേജസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം കപ്പാസിറ്റർ ഈസ് ഫുള്ളി അൺചാർജ്ഡ്. അപ്പോൾ നമുക്ക് ഇനിഷ്യലി ദ ലോവർ കമ്പാരറ്റർ അറ്റ് ലോജിക് 1, നമ്മുടെ ലോവർ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇത് 1/3 VCC ആണ്. ഈ മൈനസ് ടെർമിനലിൽ നമ്മളിവിടെ 0 വോൾട്ടേജ് ആണ്, കാരണം ഫുള്ളി ഡിസ്ചാർജ് കണ്ടീഷനിൽ ഇവിടെ 0, ഇവിടെ 1/3. അപ്പോൾ നമുക്ക് പറയാം ദ ഔട്ട്പുട്ട് വിൽ ബി മറ്റ് ലോജിക് 1 ആയിരിക്കും, കാരണം ഇത് ഈ വാല്യൂ 0യും ഇത് 1/3 VCC. അപ്പോൾ ഈ 1/3 VCC ആണ് കൂടുതൽ. സോ നമുക്ക് പറയാം ദ ഔട്ട്പുട്ട് അറ്റ് ദ വോൾട്ടേജ് അറ്റ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഈസ് ഗ്രേറ്റർ ദാൻ ഇൻവേർട്ടിംഗ് ടെർമിനൽ. സോ ദ ഔട്ട്പുട്ട് വിൽ ബി ഹൈ. ദെൻ നമ്മൾ 6ലെ വാല്യൂ 0 ആണ്, ഇത് 0 ആണ്, ഇത് 2/3 VCC ആണ്. അപ്പം ഇവിടുത്തെ വാല്യൂ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വാല്യൂ കുറവും ഇൻവേർട്ടിംഗ് വാല്യൂ കൂടുതലുമാണ്, കാരണം ഇത് 0, ഇത് 2/3 VCC ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദ ഔട്ട്പുട്ട് ഓഫ് ദ അപ്പർ കമ്പാരറ്റർ ഈസ് അറ്റ് ലോജിക് 0. സോ നമുക്ക് നോക്കുവാണെങ്കിൽ S1ഉം R0 ആണ്. S1ഉം R0 ആണെങ്കിൽ ദെൻ ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് വിൽ ബി സെറ്റ് ടു 1. സോ SRൻ്റെ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമുക്കിത് പറയാം സെറ്റ് ടു 1. ദെൻ അവർ ഔട്ട്പുട്ട് വിൽ ഓൾസോ ബി ഹൈ. ഔട്ട്പുട്ട് വിൽ ഓൾസോ ബി ഹൈ. ദെൻ നമ്മുടെ ഔട്ട്പുട്ട് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി 1. ഔട്ട്പുട്ട് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി 1 ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ ടൈമർ വിൽ ഓൾസോ ബി 1. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പറയാം ഇവിടെ നമ്മുടെ ഔട്ട്പുട്ട്, അതായത് ക്യൂവിൻ്റെ വാല്യൂ 1 ആണ്, ക്യൂ ബാർ അല്ല, ഔട്ട്പുട്ടാണ് 1, കാരണം സെറ്റ് ആവുകയാണ്, Q1 ആവുന്നു. Q1 മീൻസ് ക്യൂ ബാർ വിൽ ബി 0. Q1 ആവുന്ന സമയത്ത് നമ്മൾ ഔട്ട്പുട്ടാണ്, ഇതൊരു ഇൻവേർട്ടർ ആണ്. സോ നമ്മൾ ഔട്ട്പുട്ടും 1 തന്നെ ആയിരിക്കും. എന്താണോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് അത് തന്നെ ആയിരിക്കും ടൈമറിൻ്റെ ഔട്ട്പുട്ട്. സോ നമുക്ക് ഇവിടെ ക്യൂ ബാർ 0 എന്ന് പറയാം. ഇവിടെ 0, ഇവിടെ 1 വരുന്ന സമയത്ത് ഔട്ട്പുട്ട് 1, ക്യൂ ബാർ 0 ആണ്. ക്യൂ ബാർ 0 മീൻസ്
Q bar is connected to this transistor base. അപ്പം ഇത് ബേസിലേക്കാണ്. സോ ബേസിലെ വോൾട്ടേജ് 0 മീൻസ് ദിസ് ട്രാൻസിസ്റ്റർ വിൽ ബി ഓഫ്. സോ നമുക്ക് പറയാം ദ ട്രാൻസിസ്റ്റർ വിൽ ബി ഓഫ് ആയിരിക്കും. ട്രാൻസിസ്റ്റർ ഓഫ് മീൻസ് ഇത് കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കപ്പാസിറ്റർ C starts charging through R1 and R2. The capacitor C will start charging through R1 and R2. സോ നമുക്ക് പറയാം ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങും. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് R1 എന്ന് പറയുന്ന R2 എന്ന് പറയുന്ന റെസിസ്റ്റർ വഴിയായിരിക്കും. VCCയിലാണ് അത് കണക്ട് ചെയ്തേക്കുന്നത്. കാരണം ഇത് ഓഫാണ്. അപ്പം ഇത് ചാർജ് ചെയ്ത് തുടങ്ങും. കപ്പാസിറ്റർ വിൽ, നേരത്തെ അത് പറഞ്ഞു ഇനിഷ്യലി അൺചാർജ്ഡ് കണ്ടീഷനാണ്. ഇപ്പോൾ അത് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങും. ഇറ്റ് ചാർജസ് ത്രൂ എന്താണ് R1 and R2. ഇത് VCCയിലേക്കാണ് ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ദെൻ നമുക്ക് പറയാം ദ വോൾട്ടേജ് അറ്റ് പിൻ 2 ആൻഡ് പിൻ 6 അത് ഓൾറെഡി നേരത്തെ 0-ലായിരുന്നു. ഇപ്പോൾ അത് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഇൻക്രീസിങ്. ദ വോൾട്ടേജസ് അറ്റ് പിൻ 2 ആൻഡ് 6 വിൽ സ്റ്റാർട്ട് ഇൻക്രീസിങ്. സോ നമുക്ക് പറയാം അടുത്ത കേസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 2-ലെയും 6-ലെയും വാല്യൂസ് ഇൻക്രീസ് ചെയ്യുവാണ്. സോ വെൻ എവർ ദ വോൾട്ടേജ് അറ്റ് പിൻ 2, ഈ പിൻ 2-ലെ വാല്യൂ ക്രോസസ് 1/3 VCC. അപ്പോൾ അത് കമ്പയർ ചെയ്യുന്നത് 1/3 VCC ആയിട്ട്. അപ്പം നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നു. സോ വെൻ എവർ ദ വോൾട്ടേജ് അറ്റ് പിൻ 2 crosses 1/3 VCC, the output of the lower comparator will become logic 0. അപ്പം വെൻ എവർ ദ വാല്യൂ ഈ ഒരു 1/3 VCCയെ കാട്ടിൽ ഈ ഒരു 2-ലെ വാല്യൂ കൂടുവാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വാല്യൂ എന്തിലേക്ക് സ്വിച്ച് ചെയ്യും? ദ ഔട്ട്പുട്ട് വിൽ സ്വിച്ചസ് ടു 0. ഔട്ട്പുട്ട് ഓഫ് ദ ലോവർ കമ്പാരറ്റർ വിൽ സ്വിച്ചസ് ടു 0. അപ്പോൾ നമ്മുടെ ഇത് ഈ വോൾട്ടേജ് 2-ലെ 6-ലെ ഇൻക്രീസ് ചെയ്യാണ്. സോ വെൻ എവർ ദ വോൾട്ടേജ് അറ്റ് പിൻ 2 crosses 1/3 VCC, we can say the output of the lower comparator will be 0. കാരണം നമുക്കറിയാം ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് നോൺ ഇൻവേർട്ടിങ്ങിനെ കാട്ടി കൂടുതലാണ്. ആ ഒരു കേസിൽ നമുക്ക് പറയാം ദ ഔട്ട്പുട്ട് ഓഫ് ദ ലോവർ കമ്പാരറ്റർ വിൽ ബി 0. ദെൻ ആ സമയത്ത് നമ്മുടെ 0.6 നമ്മൾ നോക്കുവാണെങ്കിൽ ദ 0.6 is still the value is less than 2/3 VCC. ഇത് ജസ്റ്റ് 1/3 VCC ക്രോസ് ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് 1/3 VCCയെ കാട്ടി കൂടുവാണെങ്കിൽ ദ ഔട്ട്പുട്ട് ഓഫ് ലോവർ കമ്പാരറ്റർ വിൽ ബിക്കം 0. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുന്ന സമയത്ത് ഇത് 1/3 VCC ആ സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും പറയുന്നത്. വെൻ ഇറ്റ് ക്രോസസ് 1/3 ഇതിട്ട് ഷോർട്ട് ചെയ്തേക്കുവാണ്. ജസ്റ്റ് പാസസ് 1/3 VCC. ആ സമയത്തും നമ്മുടെ അപ്പർ കമ്പാരറ്റർ നോക്കുവാണെങ്കിൽ ഈ വാല്യൂ കുറവും ഈ വാല്യൂ കൂടുതലുമാണ്. 1/3 VCC ജസ്റ്റ് ക്രോസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ 2/3 VCC തന്നെയാണ് കൂടുതൽ. ആ സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോ ആയിട്ട് തന്നെ നിൽക്കും. അപ്പർ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അപ്പോൾ അപ്പർ കമ്പാരറ്റർ ലോവർ കമ്പാരറ്ററും 0 അതായത് R0 S0 ആ സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് റിമെയിൻസ് ഇൻ ദ പ്രീവിയസ് സ്റ്റേറ്റ്. പ്രീവിയസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് സ്റ്റേറ്റിൽ നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ട് 1 ആയിരുന്നു. സോ അപ്പോൾ നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. സർക്യൂട്ട് ഇനിഷ്യലി അൺചാർജ്ഡ് കണ്ടീഷനാണ്. ദെൻ നമ്മുടെ കമ്പാരറ്റർ അത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ കണ്ടീഷൻ 1 0 ആവുന്നു. ദെൻ 1 0 ആവുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന വാല്യൂ 1 ആയിരിക്കും. ദെൻ ഔട്ട്പുട്ട് ഓഫ് 555 ടൈമർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. കാരണം ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഔട്ട്പുട്ട് തന്നെയാണ് ടൈമറിൻ്റെ ഔട്ട്പുട്ടും. ദെൻ Q1 ആവുകയാണ്. ആ സമയത്ത് Q1 ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 1 ആയതുകൊണ്ട് Q1 ആണ്. അപ്പം Q bar 0 ആണ്. ഓക്കെ. ദെൻ അടുത്തത് നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന കേസാണ് ഞാൻ പറഞ്ഞത്. സോ വെൻ ഇറ്റ് പാസസ് ജസ്റ്റ് ക്രോസസ് 1/3 VCC, ദ ഔട്ട്പുട്ട് ഓഫ് ലോവർ കമ്പാരറ്റർ വിൽ ബിക്കം ലോജിക് 0. അപ്പോൾ അതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞു. സിമിലർലി വോൾട്ടേജ് അറ്റ് പിൻ 6 is still less than 2/3 VCC. 2/3 VCC തന്നെയാണ് കൂടുതൽ. അപ്പോഴും അപ്പർ കമ്പാരറ്റർ 0 ആയിട്ട് തന്നെ നിൽക്കും. S0 R0 ഇപ്പോൾ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ഔട്ട്പുട്ട് വിൽ റിമെയിൻ ഇൻ ദ പ്രീവിയസ് സ്റ്റേറ്റ്. പ്രീവിയസ് സ്റ്റേറ്റ് എന്തായിരുന്നു? പ്രീവിയസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് Q1 ആണ്. സോ ദ വാല്യൂ ഓഫ് Q വിൽ റിമെയിൻ ആസ് 1. സോ ഔട്ട്പുട്ട് ഓഫ് ടൈമർ വിൽ ഓൾസോ ബി 1. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ. നമുക്കിനി അടുത്ത കേസ് നോക്കാം. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ ചാർജ് ചെയ്ത കേസാണ് പറഞ്ഞത്. ദെൻ അപ്പോൾ നമ്മുടെ പ്രീവിയസ് സ്റ്റേറ്റ് തന്നെ നിൽക്കുകയാണ്. Q = 1 ആണ്. വെൻ ദ കപ്പാസിറ്റർ വോൾട്ടേജ് ക്രോസസ് 2/3 VCC. അപ്പോൾ നമ്മൾ 1/3 VCC ക്രോസ് ചെയ്ത് 2/3 VCC എത്തുവാണ്. ആ ഒരു സമയമാണ് നമ്മളിവിടെ പറയുന്നത് 2/3 VCC.
1/3 VCC ക്രോസ് ചെയ്യുന്ന കേസ് ഇപ്പോൾ പറഞ്ഞു. Then when it crosses 2/3 VCC, 2/3 VCC ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം the output of comparator, this comparator goes high. So this value will become 1. കാരണം ഈ ഒരു സമയത്താണ് അപ്പർ കമ്പാരറ്ററിൻ്റെ വാല്യൂ നമുക്ക് 1 ആവുന്നത്. മറ്റേത് 0 തന്നെയാണ്. കാരണം 2/3 VCC കൂടുതലാണ് 1/3 VCC കാട്ടി. അപ്പോൾ ഇത് 0 ആയിട്ട് തന്നെ നിൽക്കും. ഇത് 1 ആവും, ഇത് 0 ആവും. ഇത് 0, ഇത് 1 മീൻസ് റീസെറ്റ് ആവും. നമ്മുടെ ഔട്ട്പുട്ട് റീസെറ്റ് ആവും. ഔട്ട്പുട്ട് വിൽ ഗോസ് ടു ലോ വാല്യൂ. സോ ഔട്ട്പുട്ട് ലോ വാല്യൂ മീൻസ് നമ്മുടെ Q bar 1 ആവും. Q bar 1 means this transistor will turn on. ഈ ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആവും. അപ്പോൾ ഇവിടെ ഒരു പാത്ത് ഉണ്ടാവും അല്ലേ, ഇങ്ങനൊരു പാത്ത് ഉണ്ടാവും. ഇങ്ങനൊരു പാത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ ഇപ്പം ചാർജ് ചെയ്ത് നിൽക്കുവാണ്. സോ ദ കപ്പാസിറ്റർ C സ്റ്റാർട്ട്സ് ഡിസ്ചാർജിങ്. അപ്പോൾ കപ്പാസിറ്ററിന് ഇങ്ങനെ ഒരു ഡിസ്ചാർജിങ് പാത്ത് വരും. ഓൺ ആവുന്ന സമയത്ത് ദിസ് കപ്പാസിറ്റർ വിൽ സ്റ്റാർട്ട് ഡിസ്ചാർജിങ് ത്രൂ ദ ട്രാൻസിസ്റ്റർ and the voltage across capacitor, the voltage across the capacitor start reducing. അപ്പോൾ ഇത് ഫുള്ളി ചാർജ് ആയിട്ടിരുന്ന സംഭവം ഈ ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നതനുസരിച്ചിട്ട് ഇവിടെ ഒരു ഡിസ്ചാർജിങ് പാത്ത് വരും. ആ ഒരു ഡിസ്ചാർജിങ് പാത്ത് വഴി നമുക്ക് പറയാം ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് റെഡ്യൂസിങ്. അപ്പം അത് കാരണം 2ലെയും 6ലെയും വോൾട്ടേജ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. സോ ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ഡിസ്ചാർജിങ് ഓർ ഇറ്റ് വിൽ സ്റ്റാർട്ട് റെഡ്യൂസിങ്. ആൻഡ് ആസ് ദ വോൾട്ടേജ് അറ്റ് പിൻ നമ്പർ 6, നമ്മൾ പിൻ നമ്പർ 6 അല്ലെങ്കിൽ 2 നമ്മൾ നോക്കുവാണെങ്കിൽ ആസ് ഇറ്റ് ഗോസ് ബിലോ 2/3 VCC. അപ്പം നമ്മൾ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. ദെൻ ആസ് ഇറ്റ് ഗോസ് 2/3 VCC, ബിലോ 2/3 VCC പോയി കഴിഞ്ഞാൽ ദ ഔട്ട്പുട്ട് ഓഫ് ദ അപ്പർ കമ്പാരറ്റർ വിൽ അഗെയിൻ വിൽ ബിക്കം, ഇറ്റ് വിൽ റെഡ്യൂസ് ടു 0. സോ ഇത് 0 ആവും. നമുക്ക് ഇത് ഇറ്റ് വിൽ റിമെയിൻ ഇൻ 0. സെക്കൻഡ് കമ്പാരറ്റർ 0 ആണ്. കാരണം നമ്മുടെ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്ത് 2/3 VCCയെ കാട്ടിൽ ബിലോ വരുന്ന ഒരു കണ്ടീഷൻ പറയുകയാണ്. ജസ്റ്റ് ഗോസ് ബിലോ മീൻസ് രണ്ടും 0 ആവും. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഔട്ട്പുട്ട് വിൽ റിമെയിൻ ഇൻ ദ പ്രീവിയസ് സ്റ്റേറ്റ്. 0 ആ ഒരു കണ്ടീഷനിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ഗോസ് ടു പ്രീവിയസ് സ്റ്റേറ്റ് എന്തായിരുന്നു? 0 ആണ്. സോ ഇത് 0യിൽ തന്നെ നിൽക്കും. 0യിൽ തന്നെ നിൽക്കും. 555 ടൈമറിൻ്റെ ഔട്ട്പുട്ട് എന്തായിട്ട് തന്നെ നിൽക്കും? 0യിൽ തന്നെ നിൽക്കും. സോ നമുക്ക് പറയാം ഡ്യൂറിങ് ഡിസ്ചാർജിങ് വെനെവർ ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഗോസ് ബിലോ 1/3. അപ്പം 2/3 VCCയുടെ കേസ് നമ്മൾ പറഞ്ഞു. ദെൻ ഇഫ് ദ വാല്യൂ ഓഫ് ദ കപ്പാസിറ്റർ ഈസ് റെഡ്യൂസ്ഡ് ബിലോ 1/3 VCC, 1/3 VCCയെ കാട്ടിൽ റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം ദ ഔട്ട്പുട്ട് ഓഫ് ലോവർ കമ്പാരറ്റർ ഈസ് ബിക്കം 1. കാരണം 1/3 VCCയെ കാട്ടി കുറയാന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് കൂടുവാണ്. സോ ഇത് കൂടുക എന്ന് പറഞ്ഞാൽ ദിസ് വിൽ ബിക്കം ഹൈ. സോ ഈ വാല്യൂ 1/3 VCCയെ കാട്ടി കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കൂടുതൽ. ഇവിടെ 0 ആയിട്ട് നിൽക്കും, ഇവിടെ 1 ആയിട്ട് നിൽക്കും. അപ്പോൾ 0യും 1ഉം വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ഗോസ് ടു 1. ഔട്ട്പുട്ട് സെറ്റ് ആവും. ഔട്ട്പുട്ട് സെറ്റ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈമറിൻ്റെ ഔട്ട്പുട്ട് എന്താവും? 1 ആവും. സോ ദ ഔട്ട്പുട്ടിനൊരു ട്രാൻസിഷൻ ഉണ്ടാവുകയാണ്. ഔട്ട്പുട്ട് ട്രാൻസിഷൻ ഫ്രം 0 to 1. അതൊരു ഹൈ വാല്യൂയിലേക്ക് ട്രാൻസിഷൻ നടന്നു അല്ലേ, ഔട്ട്പുട്ട് ഹൈയിലേക്ക് മാറി. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ Q1 ആണ്. Q1 മീൻസ് Q bar 0 ആണ്. Q bar 0 മീൻസ് ആ ഒരു സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. Q bar 0 മീൻസ് ദിസ് ട്രാൻസിസ്റ്റർ വിൽ ടേൺ ഓഫ്. സോ ടേൺ ഓഫ് മീൻസ് ദ കപ്പാസിറ്റർ അഗെയിൻ സ്റ്റാർട്ട് ചാർജിങ് ത്രൂ R1 and R2 towards VCC. So as Q1 equal to 1 and Q bar equal to 0, the transistor will be off and the capacitor start charging through R1 and R2. ഈ ഒരു C എന്ന് പറയുന്ന കപ്പാസിറ്റർ ചാർജ് ചെയ്യും. Thus the capacitor is charging, നമുക്ക് പറയാം the capacitor is charging between 2/3 VCC and 1/3 VCC. And due to this charging and discharging of capacitor, we can see a transition in the output. 0യിൽ നിന്ന് 1 അല്ലെങ്കിൽ 1ൽ നിന്ന് 0, ഇങ്ങനെ ഒരു ട്രാൻസിഷൻ നമുക്ക് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് ഈ രണ്ട് വാല്യൂവിൽ നിന്നും ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുന്നതനുസരിച്ച് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ഒരു ട്രാൻസിഷൻ നമുക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എഴുതിയേക്കുന്നത്. സോ ഔട്ട്പുട്ട് ട്രാൻസിഷൻ നടക്കുന്നതും
കപ്പാസിറ്റർ ഡിസ്ചാർജിങ് കണ്ടീഷനിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. So the capacitor is charging between 2/3 VCC and 1/3 VCC, and because of charging and discharging of capacitor we can see a transition in the output. അപ്പോൾ നമുക്ക് പറയാം, ജനറലൈസ് ചെയ്ത് പറയാം, ഡ്യൂറിങ് ചാർജിങ് പ്രോസസ് ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ജസ്റ്റ് ക്രോസസ് 2/3 VCC വോൾട്ടേജ്, the transition of output from logic high to logic 0. Then during discharging process the voltage across the capacitor, the voltage across capacitor goes below 1/3 VCC, the transition of output from logic low to logic high occurs. So ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു വേവ് ഫോം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ സ്റ്റേബിളിൻ്റെ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. ഹൈ ടു ലോ, ലോ ടു ഹൈ, ആ രീതിയിൽ പോകുന്ന അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് കാണാം. ദെൻ ഇവിടെ കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. So the capacitor is charging between 1/3 VCC to 2/3 VCC. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, സീറോയിൽ നിന്ന് അത് VCCയിലേക്ക് ചാർജ് ചെയ്യുകയാണ് കപ്പാസിറ്റർ. ആ ചാർജ് ചെയ്ത് 2/3 VCC എത്തുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് സ്വിച്ച് ചെയ്യും ലോ വാല്യൂയിലേക്ക്, ഹൈയിൽ നിന്ന് ലോ വാല്യൂയിലേക്ക് സ്വിച്ച് ചെയ്യും ഡ്യൂറിങ് ചാർജിങ്. ദെൻ 2/3 VCCയിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഔട്ട്പുട്ട് സ്വിച്ച് ചെയ്തു. ആ സമയത്ത് നമ്മുടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങുന്നു. ഡിസ്ചാർജ് ചെയ്ത് അത് 1/3 VCC എത്തുമ്പോൾ അടുത്ത ട്രാൻസിഷൻ വരും, ദാറ്റ് ഈസ് ലോ ടു ഹൈ. ദെൻ അഗെയിൻ 1/3 VCCയിൽ നിന്നും അത് ചാർജ് ചെയ്യും. 2/3 VCC എത്തുമ്പോൾ അടുത്ത ഹൈ ടു ലോ വാല്യൂയിലേക്കുള്ള ട്രാൻസിഷൻ വരും. സോ ഇതാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഈ ഒരു 1/3 VCC to 2/3 VCC ചാർജിങ് ടൈമിനെ നമ്മൾ ടി ഹൈ എന്നും then ഡിസ്ചാർജിങ് ടൈമിനെ നമ്മൾ ടി ലോ എന്നും ഇവിടെ മെൻഷൻ ചെയ്തേക്കുവാണ്. So T high is the time required for capacitor to charge from 1/3 VCC to 2/3 VCC. T low means the discharging time from 2/3 VCC to 1/3 VCC. So നമുക്ക് പറയാം, ജനറലൈസ് ചെയ്ത കപ്പാസിറ്റർ വോൾട്ടേജ് ഫോർ എ ലോ പാസ് RC സർക്യൂട്ട് ഫോർ ആൻ ഇൻപുട്ട് VCC എന്ന് പറയുന്നത് VC, കപ്പാസിറ്റർ വോൾട്ടേജിൻ്റെ ബേസിക് ഇക്വേഷൻ ആണ് VCC ഇൻറ്റു V ഇൻറ്റു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. VCC ഇൻറ്റു 1 - e⁻ t ബൈ RC, ലോ പാസ് RC സർക്യൂട്ടിന് ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള ജനറൽ കപ്പാസിറ്റർ ഇക്വേഷൻ ആണ്. ദെൻ T1 നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ഫോർ ദ കപ്പാസിറ്റർ ടു ചാർജ് ഫ്രം 0 to 2/3 VCC. 0യിൽ നിന്ന് 2/3 VCCയിലേക്ക് ചാർജ് ചെയ്യാനുള്ള സമയം. സോ 2/3 VCC is equal to VCC into 1 - e⁻ t1 by RC. ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. T1 കൊടുക്കുമ്പോൾ ഇത് 2/3 VCCയിലേക്ക് ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, VCC ക്യാൻസൽ ചെയ്യാം. So we can write 1 - e⁻ t1 by RC is equal to 2/3 എന്ന് കിട്ടും. VCC ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഈ എക്സ്പോണൻഷ്യൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, 1 - 2/3 ചെയ്യുക. ദെൻ എക്സ്പോണൻഷ്യൽ കളയാൻ ലോഗ് എടുത്താൽ മതി. ലോഗ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും. T1 is equal to 1.09 RC എന്ന് കിട്ടും. ദെൻ സിമിലർലി T2 നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇറ്റ് ഈസ് എ ടൈം ടു ചാർജ് ഫ്രം 0 to 1/3 VCC. 0യിൽ നിന്ന് 1/3 VCCയിലേക്ക് ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. സോ 1/3 VCC is equal to, സിമിലർലി ആ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. ഇവിടെ VCC ക്യാൻസൽ ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്താൽ എക്സ്പോണൻഷ്യൽ മാറ്റാൻ ലോഗ് എടുത്താൽ മതി, നാച്ചുറൽ ലോഗരിതം. സോ വി വിൽ ഗെറ്റ് T2 is equal to 0.405 RC എന്ന് നമുക്ക് ഇക്വേഷൻ 2 കിട്ടും. സോ അഗെയിൻ T1 - T2, അതായത് 1 - 2 ചെയ്താൽ നമുക്ക് T ഹൈ കിട്ടും. T ഹൈ അതായത് 1/3 VCC മുതൽ 2/3 VCC വരെയുള്ള ചാർജിങ് ടൈം. സോ അത് നമുക്ക് മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0.69 RC എന്ന് കിട്ടും. ഇനി നമുക്ക് R എന്ന് പറയുന്നത് അറിയാം, RA+RB ആണ്, ചാർജിങ് ആണ്. ആ സമയത്ത് അത് സീരീസ് ആണ്. സോ RA+RB ഇൻറ്റു C. ദെൻ ഔട്ട്പുട്ട് ഈസ് ലോ while the capacitor discharges from 2/3 to 1/3. അത് നമുക്ക് T low എന്ന് പറയാം. സോ ആ സമയത്ത് അതായത് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നത് 2/3 VCC to 1/3 VCC ആണ്. സോ നമുക്ക് എഴുതാം 1/3 VCC ഡിസ്ചാർജ് ചെയ്യുന്നത് 1/3 VCCയിലേക്ക്. എവിടെ നിന്നാണ്? 2/3 VCC. സോ 1/3 VCC is equal to 2/3 VCC into e⁻ t by RC. അപ്പോൾ അവിടെ നിന്ന് T നമുക്ക് 0.69 RC എന്ന് കിട്ടും. അതായത് T ലോ ആണ് ആ വാല്യൂ. R2 എന്ന് കൊടുത്താൽ മതി. സോ നമുക്ക് T ലോ കിട്ടും. സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത് R2 നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. R2, സോ ദാറ്റ് വാല്യൂ അതാണ് നമുക്ക്
സോ ടോട്ടൽ ടി എന്ന് പറയുന്നത് ടി ഹൈ പ്ലസ് ടി ലോ ചെയ്താൽ മതി. രണ്ട് വാല്യൂ കൊണ്ട് ആഡ് ചെയ്താൽ നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആണ്. സോ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ 1/0.69 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.45 ആണ്. സോ ദെൻ ഡ്യൂട്ടി സൈക്കിൾ നമുക്കറിയാം. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ലോ ബൈ ടി ലോ പ്ലസ് ടി ഹൈ, ടൈം പീരീഡ് ലോ വാല്യൂ ബൈ ടൈം പീരീഡ് ലോ ടോട്ടൽ ടൈം പീരീഡ്. സോ അതാണ്. സോ അതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R2/R1 + R2, R1 + 2 R2 എന്ന് കിട്ടും പെർസെൻറ്റേജിൽ.